മോളെ, ദിലീപിനോട് വിവരം വിളിച്ചു പറയാൻ പറഞ്ഞിട്ട് നീ പറഞ്ഞായിരുന്നോ? ഇല്ലമ്മേ. ഒന്ന് വിളിക്ക്. അമ്മേ, കാർത്തികയാണ്. പറ കാർത്തു. ദിലീപേട്ടൻ എവിടെയാ? ഞാനും അമ്മയും കൂടെ ബന്ധുക്കളുടെ വീട്ടിൽ കല്യാണം ക്ഷണിക്കാൻ പോയിട്ട് വരുന്ന വഴിയാ. അല്ല, എന്താ ശബ്ദത്തിനൊരു പതർച്ച? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് പിന്നെ അവൻ മരിച്ചിട്ടില്ല ദിലീപേട്ട. ഗംഗാപ്രസാദ്. അല്ല, പിന്നെ കിരണേട്ടൻ അവനെ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞതു? അന്ന് രാത്രി ക്രിസ്മസ് ഫാദറിന്റെ വേഷത്തിൽ വന്നത് അവൻ തന്നെയായിരുന്നു. കിരൺ അവനെ തല്ലിയിട്ട കാട്ടിൽ തന്നെയായിരുന്നു അവന്റെ താമസം, ഒരു കാട്ടുമൂപ്പന്റെ വീട്ടിൽ. പിന്നീട് അയാളെ ആക്രമിച്ചിട്ട് അവിടുന്ന് കടന്നിരിക്കുവോ. വല്ലാത്തൊരു ജന്മമാണല്ലോ. കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. ദിലീപേട്ടൻ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. ഇനി കല്യാണം വരെ അധികം ഒന്നും പുറത്തിറങ്ങണ്ട. കാർത്തു ധൈര്യമായിട്ടിരിക്കും. നമ്മൾക്ക് അവനിങ്ങനെ പേടിച്ചാലോ? അന്ന് തന്റെ അമ്മയെ കുത്താൻ വേണ്ടിട്ട് അമ്മ വന്നപ്പോ എത്ര ധൈര്യത്തോടെയാണ് കാർത്തു അവന്റെ നേർക്ക് നിറയൊഴിച്ചത്. അത്രയും തന്റെ ഉള്ള ഇയാൾ ഇങ്ങനെ പേടിക്കാവോ? എനിക്കും അമ്മയ്ക്കും എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഒരാപത്ത് വരാൻ പാടില്ല. ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ഏകദേശം വീടത്തറായി. ശരി ദിലീപേട്ട. എന്താടാ? ആ ഗംഗാപ്രസാദ് മരിച്ചിട്ടില്ലാന്ന്. അയ്യോ, ആ രാക്ഷസം മരിച്ചില്ലേ? ഇല്ലെന്നേ. അന്ന് കാർത്തുന്റെ വീട്ടിൽ ക്രിസ്മസ് ഫാദറിന്റെ വേഷത്തില് മതില് ചാടി കടന്ന് വന്നത് അവനാണെന്നാ ഇപ്പൊ പറയുന്നത്. എടാ മോനെ, ഇങ്ങനെ കൊലയാളികൾ പിന്നാലെ നടക്കുന്ന ഒരു കുടുംബത്തിന് കല്യാണം നടത്തണോ? അമ്മ എന്താ ഈ പറയുന്നത്? കല്യാണം അടുത്തെത്തി കഴിഞ്ഞു, കല്യാണം വിളിയും കഴിഞ്ഞു. ഇനി അവനെ നിരാശരാക്കണോ? എടാ, ആ കൊച്ചിനെ കെട്ടാൻ പോകുന്നോണ്ട് നിനക്കും ഭീഷണിയുണ്ട്. ആ ഭീഷണിയൊക്കെ ഞാൻ ഇങ്ങനെ ഏറ്റെടുത്തോളാം. അമ്മ ഒന്നും മിണ്ടാതിരി. ദിലീപേട്ടന് പേടിയൊന്നുമില്ല. എനിക്ക് ആത്മവിശ്വാസം തരുന്ന രീതിയിലാണ് സംസാരിച്ചത്. എങ്കിലും ദിലീപിന്റെ അമ്മയ്ക്ക് നല്ല ഭയം കാണും. അവർ ഈ ബന്ധത്തെ നേരത്തെ എതിർത്തതാണല്ലോ. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ബന്ധം വേണ്ടെന്ന് വെച്ചാൽ ആയിക്കോട്ടെ. എന്റെ അഭിപ്രായത്തിൽ ദിലീപേട്ടൻ ഒരുത്തിന്റെ ഭീഷണി കേട്ട് അകന്നു പോകുന്ന ആളല്ല. ഇനിയിപ്പോ അങ്ങനെ പോയാലും അത് ഞാൻ സഹിച്ചോളാം. എന്നാലും നമ്മൾ കാരണം ഒരാൾക്കും ആപത്ത് വരാൻ പാടില്ല. പുഴയിൽ വലയെറിഞ്ഞ് മീൻ പിടിക്കുന്ന ഒരാളുടെ അടുക്കലേക്ക് അവൻ പോയിരുന്നു. അയാളുടെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാണ് അയാൾ സ്റ്റേഷനിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞങ്ങൾക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടായിട്ടില്ല. ഓട്ടോയിൽ കയറിയിട്ട് ഓട്ടോക്കാരനെ ഇടിച്ച് ബോധം കെടുത്തി ഓട്ടോയും കൊണ്ട് കടന്നു കളയുന്നത് അവന്റെ ഒരു സ്വഭാവമാണല്ലോ. ഇവിടെ അയാൾ വല എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അയാളുടെ അടുത്ത് ചെന്നിട്ട് മീനിന്റെ വില ചോദിക്കും. വലിയ വില പറഞ്ഞ് മീൻ വാങ്ങാൻ തയ്യാറായപ്പോ ആ വലക്കാരന് വലിയ സന്തോഷമായി. അതിനുശേഷമാണ് ആരെ വിളിക്കാനെന്നും പറഞ്ഞ് അവൻ അയാളുടെ ഫോൺ വാങ്ങിയത്. മൊബൈൽ കയ്യിൽ കിട്ടിയതും അയാളെ തുടിച്ചതും ഒന്നിച്ചായിരുന്നു. അയാളെ നേരെ പുഴയിലേക്ക് തെറിച്ചു വീണു. അവൻ മൊബൈലുമായിട്ട് മുങ്ങുകയും ചെയ്തു. വല്ലാത്തൊരു ജന്മം തന്നെ സാറേ അവൻ. അതെ, ഇപ്പോൾ ആ മൊബൈൽ നിൽക്കുന്ന ടവർ ലക്ഷ്യം വെച്ചാണ് പോലീസ് നീങ്ങുന്നത്. പക്ഷെ അവനിപ്പോ ആ സിമ്മൊക്കെ മാറ്റിക്കണം. അത് ഉറപ്പല്ലേ സാറേ? അവൻ ആ ഫോണ് എപ്പോഴേ വലിച്ചെറിഞ്ഞു കാണും. ഫോൺ കളയാൻ സാധ്യതയുണ്ട്. ഉണ്ട് സാർ. അവൻ വിളിക്കേണ്ടവരെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫോൺ കൈക്കലാക്കിയത്. അവൻ അവരെ വിളിച്ചിട്ട് അവൻ നിൽക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അവന്റെ ആൾക്കാരെന്തായാലും ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്നിട്ട് അവൻ അടുത്ത പ്രദേശങ്ങളിൽ തന്നെ കാണും. അടുത്ത തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് പോലീസിനെ പോലെ പ്രവർത്തിക്കുകയാണ് നിങ്ങൾ ഉൾപ്പെടെ പലരും. ഒരുപക്ഷെ ഞങ്ങളെക്കാൾ അവനെ കണ്ടു കിട്ടേണ്ടത് നിങ്ങളുടെ ആവശ്യമായതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെക്കാൾ ഇക്കാര്യത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം. ഇപ്പൊ ഫോറസ്റ്റുകാർക്കാണ് വീഴ്ച പറ്റിയത്. ആ മൂപ്പന്റെ വീട്ടിൽ അവൻ ഉണ്ടെന്ന് കരുതിയിട്ട് പലപ്പോഴും അവരവിടെ പോയതാണ്. പക്ഷെ അവർ വീട്ടിനകത്തൊന്നും സെർച്ച് ചെയ്തില്ല. ഫോറസ്റ്റുകാർക്കൊക്കെ മൂപ്പനെ വലിയ വിശ്വാസമായിരുന്നാ കേട്ടത്. ഫോറസ്റ്റുകാർക്ക് പോലും പലപ്പോഴും അവർ വഴികാട്ടാറുണ്ട്. കാട്ടിൽ താമസിക്കുന്നവർ ഇന്ന് മാത്രമല്ല പാവങ്ങളുമാണ്. ഇപ്പോൾ തന്നെ ആ വേലു നിരപരാധി ആയിരുന്നില്ലേ? അവന്റെ പെണ്ണിനെ പോലും അവന്റെ കയ്യിൽ നിന്ന് തട്ടി മാറ്റിയെന്നാണ് അവൻ പറഞ്ഞത്. എന്നിട്ട് അവന്റെ ദേഹത്ത് ഒരുപാട് കൈ വെക്കുകയും ചെയ്തു. ഗംഗാപ്രസാദ് മൂപ്പന്റെ വീട്ടിൽ ചെന്ന ശേഷം വിനയൻ എന്ന പേര് സ്വീകരിച്ചു. അവന് സംസാരിക്കാൻ കഴിയില്ലെന്ന് അഭിനയിക്കുകയാണ് ചെയ്തത്. അവന്റെ ഓരോരോ നാടകങ്ങൾ കേട്ട് നിൽക്കുവാണ് ഞങ്ങൾ. അതുപോലെ ആ വേലും അവന്റെ വീട്ടിലുള്ളവരും ആകെ മരവിച്ചു പോകുന്ന ഒരവസ്ഥയില. ഇനി എന്തായാലും അവന് പുഴ കടന്ന് കാട്ടിലെത്താൻ പറ്റും. അത് ഈ കാട്ടിൽ തന്നെ സാറേ. ഇവിടെ ഏതെല്ലാം പുഴകളുണ്ട്, കാടുകളുണ്ട്. അവൻ തമിഴ്നാട്ടിലേക്ക് കടക്കുമെന്നാണ് പോലീസ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല സാർ, ഒരിക്കലുമില്ല. കാർത്തികയുടെ കല്യാണം നടക്കുന്നുണ്ട്. അവൻ ഈ പരിസരത്ത് തന്നെ കാണും. അത് തടയുക എന്നത് അവന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. അവൻ ആ കല്യാണം തടയാൻ ശ്രമിക്കും സാർ. ഞങ്ങളത് നടത്താനും അതിനിടയിലുള്ള യുദ്ധമാണ് ഇനി നടക്കാൻ പോകുന്നത്. പോലീസ് ഒന്ന് ഉണർന്നാൽ ഉറപ്പായിട്ടും ഇതിനിടയിൽ അവനെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയും. ഒരു എൻകൗണ്ടറിൽ ഇവനെ പോലെയുള്ളവരൊക്കെ കൊന്നു കളയുന്നതാണ് സാർ നല്ലത്. എന്തായമേ? ചന്ദ്രയിട്ട് സംസാരിച്ചു. പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മോളെ. ആ മൂപ്പന്റെ കാര്യം അറിഞ്ഞിട്ട് ചന്ദ്രേട്ടന് സങ്കടമായി. ഊരിലെ കാര്യങ്ങൾ എന്തായി കിരണേട്ടാ? കാട്ടുമൂപ്പന്റെ അടക്കം കഴിഞ്ഞു. രതീഷും ബൈജും അത് കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടുത്തെ കാഴ്ച കണ്ടു നിൽക്കാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞത്. കഷ്ടം. ഞങ്ങൾ ആദ്യമായിട്ട് ഊരിലെത്തിയപ്പോ എത്ര മാന്യായിട്ട് അവർ ഞങ്ങളെ സൽക്കരിച്ചത്. ആഹാരം കഴിക്കാതെ വിടില്ല എന്നുള്ള വാശിയായിരുന്നു. ആ സമയത്ത് നിങ്ങൾ കഴിച്ച ഭക്ഷണത്തില് അകത്ത് നിന്ന് അവൻ വിഷം കലർത്താത്തത് നന്നായി. അത് ശരിയാമേ. അങ്ങനെ അവൻ കലർത്താതെ ഇരുന്നത് തേനിനകത്ത് വിഷം കലർത്തിയുണ്ട്. അല്ലെങ്കിൽ അവിടെ വെച്ചവൻ ഭക്ഷണത്തിനകത്ത് വിഷം കലർത്തിയനെ. അവന്റെ ലക്ഷ്യം കാർത്തികയും ലക്ഷ്മിയമ്മയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്താതിരുന്നത്. അത് ശരിയാ കിരണേട്ടാ. നമുക്ക് എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് അവന്റെ ആ വീട്ടിലെ നാടകം പൊളിയും. അതിന് പകരം എല്ലാവരെയും ഒന്നിച്ചു കൊല്ലാൻ അവൻ നോക്കിയത്. എല്ലാം ഒന്ന് ശാന്തമായ ശേഷം ആ വീട്ടിലേക്കൊന്ന് പോണം മോനെ. അവരെ പരമാവധി ആശ്വസിപ്പിക്കണം. അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണമെങ്കിൽ അതും ചെയ്യണം. കാട്ടുമൂപ്പനെന്ന് പറഞ്ഞാൽ അവിടെ ദൈവത്തെ പോലെ. അവർക്കിനി എന്ത് കൊടുത്താലും അത് പരിഹരിക്കാൻ പറ്റില്ലമ്മേ. ഒരു ദുരന്തം കഴിഞ്ഞു. ഇനി അതിനേക്കാൾ വലിയൊരു ദുരന്തം ഞാനായിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന അവന്റെ കുഞ്ഞ് എന്റെ വയറ്റില്. വേണ്ട, ഞാനും വേണ്ട. എന്താ ഇത് ഉള്ളിൽ ചെന്ന് ആള് തീരും. എന്തിനാ അമൽ ഇത് കുടിക്കാൻ നോക്കിയത്? എനിക്കിനി ജീവിക്കേണ്ട വേലോട്ട. ഞാൻ നിങ്ങളെ എല്ലാവരെയും വഞ്ചിച്ചില്ലേ? കൂടുതൽ വഞ്ചിക്കപ്പെടുന്നതിന് മുന്നേ നീ രക്ഷപ്പെട്ടില്ലേ? പിന്നെ എന്തിനാണ് നീ നിന്നെ തന്നെ കൊല്ലാൻ നോക്കുന്നത്? എനിക്കിനി ജീവിക്കേണ്ട വേലോട്ട. എന്റെ അപ്പം മരിക്കാൻ കാരണക്കാരൻ ഞാനാ. ആ പാപത്തിന്
എനിക്ക് ഈ ജന്മം പുറത്ത് കിടക്കാൻ പറ്റില്ല. നീ വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത് മോളെ. നീ കൂടെ പോയാ മാമിയുടെ അവസ്ഥ എന്താവും നീ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പിന്നെ എന്തിനു വേണ്ടി ജീവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു കൂട്ട മരണം തന്നെ നമുക്ക് ആലോചിക്കാം. എല്ലാവർക്കും വിഷം കഴിക്കാം. നീ പോയാ നിന്റെ പിന്നാലെ ഞങ്ങൾ എല്ലാവരും വരും. നിനക്ക് വേണ്ടിയിട്ടാ ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ. അത് നീ മറക്കരുത്. തെറ്റ് ചെയ്തവനെ മൂപ്പന്റെ ആത്മാവും മലദൈവങ്ങളും എല്ലാം ശിക്ഷിച്ചോളും. അവൻ എന്തായാലും ഇനി രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. നീ പോയി ഒന്ന് മാമിയെ സമാധാനിപ്പിക്കും. മാമി ഇതുവരെ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. നീ ഒന്നും കഴിക്കുകയും കുടിക്കുകയൊന്നും ചെയ്തില്ലല്ലോ. മാമി എഴുന്നേപ്പിച്ച് എന്തെങ്കിലും കൊടുക്ക്. എന്റെ കണ്ണത്തൊന്ന് തല്ലിക്കൂടെ, എന്റെ കഴുത്ത് ഞെരിച്ച് കൊന്നോടെ. അമലു, നീ എന്റെ ചങ്കിലാണ്. അതുകൊണ്ട് നീ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കാൻ എനിക്ക് പറ്റും. എന്നാ മനസ്സും മനസാക്ഷി ഇല്ലാത്തവന്മാരാണ് ഈ കാട്ടിനകത്ത് വരുന്നതെങ്കിൽ നമ്മൾ ചതിക്കപ്പെടും. പോലീസ് തലയ്ക്ക് വില പറഞ്ഞ ഒരുത്തനാണ് ഈ പറഞ്ഞ ഗംഗാപ്രസാദ്. അത് തിരിച്ചറിയാതെ പോയതാണ് നമുക്ക് പറ്റിയ അബദ്ധം. ഇനിയിപ്പോ അതേപ്പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഇതുപോലെ കാട് കയറി പലരും വരും. അപ്പൊ നമ്മൾ സൂക്ഷിച്ചാൽ മതി. അബദ്ധം പറ്റാതിരുന്നാ മതി. അബദ്ധം പറ്റാതിരുന്നാ മതി. നീ അങ്ങോട്ട് ചെല്ലേ. ചേട്ടാ അതെ അത് അങ്ങനെ തന്നെ ചെയ്താൽ മതി. എടാ രതീഷേ, ആ? നീ കയറി ഏറ്റതുകൊണ്ടാണ് നിന്നോട് പെയിന്റ് ചെയ്തോളാൻ പറഞ്ഞത്. പക്ഷേ പുറത്ത് പലയിടത്തും കട്ടി കൂടുതലാ. സാറേ പെയിന്റ് ചുരണ്ടി കളഞ്ഞൊന്നുമില്ല, അല്ലാതെ അതിന്റെ പുറത്തങ്ങ് പൂശായിരുന്നു. എടാ ചെയ്യുമ്പോ വൃത്തിക്ക് ചെയ്യടാ. കല്യാണമല്ലേ? ഒന്നാമതേ ഒരുത്തൻ കൊലകൊല്ലിയെ പോലെ നടക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടൊരു മൂകത. അപ്പൊ വീട്ടിന് കുറച്ച് ചന്തം വെച്ച അത്രയും വെളിച്ചെങ്കിലും ഉണ്ടാവുമല്ലോ. ആ ഇനി ചായ കുടിച്ചിട്ട് ബാക്കി ചെയ്യും. ചായയുടെ കാര്യം ഞാൻ അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. സാധാരണ കല്യാണത്തിന്റെ തലേദിവസമാണ് പയ്യനും ഫ്രണ്ട്സും ഒക്കെ വരുന്നത്. പക്ഷേ ഇവിടെ ഒരു ദിവസം മുമ്പേ വരുമെന്നാണ് ദിലീപ് പറഞ്ഞിരിക്കുന്നത്. ആ പയ്യന്റെ കാര്യം ആലോചിക്കുമ്പോഴും നല്ല ഭയമുണ്ട് സാറേ. അവിടെ ഇടയ്ക്കും മുറിക്കൊക്കെ പോലീസുകാർ പോകുന്നുണ്ട്. പിന്നെ ഇവിടെയും ഉണ്ടല്ലോ ആൾക്കാര്. അതുകൊണ്ട് ഇങ്ങോട്ട് കയറി വരാൻ അവൻ ഭയപ്പെടും. അതെ, ഇവിടെ അമ്മയമോള് മാത്രമുള്ളപ്പോ പോലെ അവൻ വന്നപ്പോഴത്തേക്ക് മനസ്സിലായി കാണുമല്ലോ പെട്ടെന്നൊന്നും അവന്റെ ആഗ്രഹം നടക്കത്തില്ലാന്ന്. പിന്നെ ശാന്തേച്ചി പറഞ്ഞതുപോലെ ദിലീപിലേക്ക് പോകുമെന്നും അറിയാൻ പാടില്ല. കാർത്തിയേച്ചി ലക്ഷ്മിയമ്മയും വിഷമത്തില. ഇന്നാണല്ലോ കാർത്തിയേച്ചിയുടെ വളർത്തച്ഛന്റെ ആണ്ട്. കാർത്തികയും ലക്ഷ്മിയമ്മയും ഒരുപാട് സ്നേഹിച്ചതാണ് ആ അച്ഛൻ. അതിലൊരു വിഷമം എന്തായാലും അവർക്കുണ്ടാവും. അത് മാത്രമല്ല കാർത്തിക അയാളുടെ സ്വന്തം മോളൽ. എന്നാൽ അയാളുടെ സ്വന്തം മകനാണ് ഗംഗാപ്രസാദ്. അങ്ങനെയുള്ള അവൻ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ പോലും ചെയ്തില്ല. അതിന്റെയൊക്കെ ഫലം അവൻ അനുഭവിച്ചു സാറേ. എന്ത് അനുഭവിച്ചു എന്ന് പറഞ്ഞാലും എന്താ ശാന്തേച്ചി കാര്യം? എന്റെ അമ്മയെ പോലും അവൻ കൊന്നില്ലേ? ഈ വേലെന്നൊക്കെ പറയുന്നവൻ വെറും പാവങ്ങളാ. ഞാൻ പറഞ്ഞില്ലായിരുന്നു സാറേ, ഞാൻ അവന്റെ വർഷങ്ങളായിട്ട് തേൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവരെ പറ്റിച്ച് കാട്ടിനകത്ത് കയറിയിട്ട് പാവം പിടിച്ച ആ കാട്ടുമൂപ്പനെ അവൻ കൊന്നു കളഞ്ഞില്ലേ. അതുകൊണ്ടാണ് നമുക്ക് ധൈര്യം കൂടിയത്. അവൻ ഇവിടെ എത്ര വലിയ ക്രിമിനൽ ആണെന്ന് പറഞ്ഞാലും അവനെ ഇപ്പോ നമുക്കാർക്കും ഭയമില്ലാതാക്കിയത് അവൻ തന്നെയാ. എല്ലാവർക്കും അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. ഇനി ആർക്ക് ആ ഭാഗ്യം കിട്ടുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതുകൊണ്ടാണ് അവൻ വീട്ടിലേക്ക് കയറിയപ്പോ അവനെ വെടിവെക്കാൻ കാർത്തിയേച്ചിയുടെ കൈ വിറയ്ക്കാതിരുന്നത്. അവരെ നാട്ടിലേക്ക് വരുമ്പോ ആകെ അവർക്ക് ഭയം ഈ ഗംഗാപ്രസാദിന് മാത്രമായിരുന്നു. ഇപ്പൊ അതും ഇല്ലാതായി. കാർത്തിയേച്ചിയുടെ കല്യാണം എന്ന് പറയുന്നത് ഗംഗാപ്രസാദിനെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതിന് തുല്യം. അതുകൊണ്ട് എന്തായാലും അവൻ ഇവിടെയോ ദിലീപേട്ടന്റെ വീട്ടിലോ വരാതിരിക്കില്ല. ഒരു ബന്ധം നടക്കുമ്പോ മറ്റൊരു ബന്ധം മുറിയും. അതായത് ദിലീപും കാർത്തികയും ഒന്നിക്കുമ്പോ ഗംഗാപ്രസാദിന്റെ കഥ കഴിയും. അതായിരിക്കും ഈ കല്യാണത്തിന് സംഭവിക്കാൻ പോകുന്നത്. നല്ല ഫാഷനാണല്ലോ. എന്റെ പഴയ സ്വർണ്ണ മോളുടെ അച്ഛൻ എനിക്ക് വാങ്ങിത്തന്നതാ. അതുകൊണ്ടാ ഇത് മാറ്റി വാങ്ങാതിരുന്നേ. ഇനി ഇതിനൊപ്പം നിൽക്കുന്ന സ്വർണ്ണം കുറവാ. മൂർത്തീസ് ജ്വല്ലറിയില്ല നല്ല കളക്ഷൻ ഉള്ളത്. പക്ഷേ അവര് പോലും പഴയ സ്വർണം മാറ്റി പണിയിക്കാറേയില്ല. ആദർശേട്ടന്റെ മുത്തശ്ശി നയനയ്ക്ക് കുറെ സ്വർണം കൊടുത്തിട്ടുണ്ട്. അവളത് അമൂല്യ നിധി പോലെ സൂക്ഷിക്കുന്നത്. അതിന് പകരം വെക്കാൻ പറ്റിയ ഉരുപ്പടികൾ ഉണ്ടാക്കാൻ ഇന്നത്തെ പണിക്കാർക്ക് പോലും കഴിവില്ല. ഷാമീനെ കൊണ്ടുവന്നിട്ടുണ്ട്. പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടില്ല. വേറെ പാചകക്കാരെയും വിളിക്കേണ്ടതാ കിരൺ സാർ പറഞ്ഞത്. അത് വേറൊന്നും കൊണ്ടല്ല, ആരെപ്പോ അപകടമായിട്ട് വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പരിചയമുള്ള മുഖങ്ങൾ മാത്രം ഇവിടെ മതി. അവിടുത്തെ കാര്യങ്ങൾ എന്തായി കല്യാണി? മൂപ്പന്റെ വീട്ടിലെ ഞാനങ്ങോട്ടൊന്നും പോവാ. ഞാൻ ഇടയ്ക്ക് ആ വേലുവിനെ വിളിച്ചപ്പോ അമലുവിന് നല്ല സുഖമില്ലെന്നാ പറഞ്ഞ്. കഴിയുമെങ്കിൽ അവരെയും കൂട്ടിക്കൊണ്ട് വരണം. കല്യാണത്തിന്റെ അന്ന് ഗംഗാപ്രസാദ് ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് വേലു പ്രത്യേകം പറഞ്ഞിരിക്കുവാ അവൻ ഇവിടെ വരണമെന്ന്. കൂട്ടത്തിൽ അമലുവും വരുന്നെങ്കിൽ വരട്ടെ. അവിടെ ചടങ്ങൊക്കെ കഴിഞ്ഞല്ലോ. എന്ത് പാവപ്പെട്ട ആൾക്കാരാ അവിടെ കടന്നു കയറി അമലുവിനെ വശത്താക്കിയിട്ട് അവൻ അധികാരം സ്ഥാപിച്ച്. അവിടെ അമലുവിന്റെ ഭാഗത്തും തെറ്റുണ്ട് ലക്ഷ്മിയമ്മേ. ഇന്നലെ കണ്ട ഒരുത്തനോട് അവൾ എന്തിനാ അത്രയും അടുപ്പം കാണിച്ചത്? വേലുവിനെ എത്രയോ നാളായിട്ട് അറിയാം. പോരാത്തതിന് അവളെ കല്യാണം കഴിക്കേണ്ട പയ്യനാവൻ. എന്നിട്ടും ഊരും പേരും അറിയാത്ത ഒരുത്തനെ അവള് കയറി സ്നേഹിച്ചില്ലേ? കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാദംബരി. മനോഹർ എങ്ങനെയാ ലോകത്തുള്ള പെൺകുട്ടികളെല്ലാം കല്യാണം കഴിച്ചത്? അവന്റെ നാവിന്റെ ബലം കൊണ്ടാ. ആണിന് കാണാൻ കൊള്ളാവുന്നൊരു മുഖവും സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ പെൺകുട്ടികളെയും വശത്താക്കാൻ പറ്റും. ഗംഗയ്ക്കും ആ കഴിവുണ്ട്. പിന്നെ ആരെയും ചതിക്കാനുള്ള മടിയുമില്ല. എന്തായാലും കാർത്തിയേച്ചിയുടെ കല്യാണത്തിന് കാർത്തിയേച്ചിയുടെയും ദിലീപേട്ടന്റെയും ചുറ്റും വലയം തീർക്കാൻ ഒരുപാട് പേരുണ്ടിപ്പോ. എല്ലാവരുടെയും ഭയം അവൻ ദിലീപേട്ടന്റെ വീട്ടിലേക്ക് കടന്നുകൂടുമെന്ന. അതിനുള്ള സാധ്യത കൂടുതലാ. നമ്മൾ കാരണം ദിലീപേട്ടന് എന്തെങ്കിലും ആപത്തുണ്ടായാൽ അത് സഹിക്കാൻ പറ്റില്ല.